എല്ലാവർക്കും നമസ്കാരം. കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു കോഡ് പോലെ കോർഡിനേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കോഡ് പോലെ പറയുകയാണ്. നിങ്ങൾക്ക് അത്രമാത്രം എഫക്റ്റീവായി മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ ഒരു കഥ പോലെ, ഒരു ചെറിയൊരു പോർഷൻ പോലെയാണ്. അത് 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് കാണുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. പ്രൈം മിനിസ്റ്റർ സിംഗിളാണ്, പക്ഷേ അദ്ദേഹത്തിന് സ്പീക്കറുണ്ട്, പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്, ക്യാബിനറ്റുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, റിറ്റുകളുണ്ട്. അദ്ദേഹം എല്ലാം കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യവസ്ഥയുണ്ട്, നിയമസമത്വമുണ്ട്, തെരഞ്ഞെടുപ്പ് സംവിധാനമുണ്ട്, ദ്വിമണ്ഡല സമ്പ്രദായമാണെങ്കിലും അധോസഭ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അധോസഭ ശക്തമാണ്. ഇതിൽ PM എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് പദവി, പ്രൈം മിനിസ്റ്റർ എന്ന പദവി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ്. സിംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്, ഏക പൗരത്വം. എവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ്. ഇപ്പോൾ PM സിംഗിളാണ് എന്നതിൽ PM പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ് കണ്ടെടുത്തിരിക്കുന്നത്. സിംഗിൾ എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്പീക്കറുണ്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കറിൻ്റെ പദവി ബ്രിട്ടൻ നിന്നാണ് എടുത്തിരിക്കുന്നത്. പാർലമെൻ്ററി കമ്മിറ്റികൾ ഉണ്ട്. അപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റികൾ അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ക്യാബിനറ്റും ഉണ്ട്. അപ്പോൾ ക്യാബിനറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഉത്തരവാദിത്വം ഉണ്ട്. പ്രൈം മിനിസ്റ്റർക്ക് എന്തായാലും ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദിത്വം എന്താണ്? കൂട്ടുത്തരവാദിത്വമാണ്. കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന കോൺസെപ്റ്റ് ഇവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ്. റിട്ടുകളും ഉണ്ട്. റിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ABS കോർപ്പസ്, മാൻഡമസ്, സർഷ്യോറാരി, ക്യൂ വാറൻറ്റോ, പ്രൊഹിബിഷൻ, ഈ 5 റിറ്റുകളുണ്ട്. റിറ്റുകൾ എവിടെ നിന്ന് എടുത്തിരിക്കുന്ന ആ കോൺസെപ്റ്റ്? ബ്രിട്ടൻ നിന്നാണ്. അദ്ദേഹം എല്ലാം കൺട്രോൾ ചെയ്യും. കാരണം പ്രൈം മിനിസ്റ്ററാണ്, കൺട്രോൾ ചെയ്യും. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന CAGയുടെ ഓഫീസ് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ആ പോസ്റ്റ് എടുത്തിരിക്കുന്നത് അവിടെ നിന്നാണ്, ബ്രിട്ടൻ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യവസ്ഥയുണ്ട്. എന്താണ്? പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. പാർലമെൻ്ററി വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. നിയമസമത്വമുണ്ട്. നിയമസമത്വം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്, ബ്രിട്ടൻ നിന്നാണ് എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സംവിധാനം അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ദ്വിമണ്ഡല സമ്പ്രദായമാണെങ്കിലും ദ്വിമണ്ഡല എന്ന് പറഞ്ഞ ബൈക്യാമറലിസം എവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ്. അധോസഭ ശക്തമാണ്. അധോസഭക്കാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്. അതും അതായത് ഇപ്പോൾ ലോവർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ് ഹാസ് മോർ പവർ ദാൻ ദി അപ്പർ ഹൗസ് എന്ന് പറയുന്നില്ലേ? അപ്പോൾ ലോക്സഭക്കാണ് കൂടുതൽ അധികാരം എന്ന് പറയുന്നതും ലോവർ ഹൗസിന് കൂടുതൽ അധികാരം എന്ന് പറയുന്നതും എന്താണ്? അവിടെ നിന്നെടുത്താണ്. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രൈം മിനിസ്റ്റർ സിംഗിളാണ്. പ്രൈം മിനിസ്റ്റർ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പക്ഷേ അദ്ദേഹത്തിന് സ്പീക്കറുണ്ട്. സ്പീക്കർ എന്ന പദവി. പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്. പാർലമെൻ്ററി കമ്മിറ്റികൾ എടുത്തിരിക്കുന്ന അവിടെയാണ്. ക്യാബിനറ്റുണ്ട്. ക്യാബിനറ്റ് എടുത്തിരിക്കുന്ന അവിടെ നിന്നാണ്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുണ്ട്. റിട്ടുകളുണ്ട്. റിട്ടുകൾ അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം എല്ലാം കൺട്രോൾ ചെയ്യും. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥ, പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. നിയമസമത്വമുണ്ട്. നിയമസമത്വം അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സംവിധാനം ഉണ്ട്. ദ്വിമണ്ഡല സമ്പ്രദായമാണെങ്കിൽ അധോസഭ ശക്തമാണ്. അപ്പോൾ ദ്വിമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈക്യാമറലിസം, അതും അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അധോസഭ എന്ന് പറയുന്നത് എന്താ? ലോവർ ഹൗസിന് കൂടുതൽ ശക്തിയുണ്ട്. ആ പറയുന്ന ലോവർ ഹൗസിന് കൂടുതൽ പവേഴ്സ് അട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ ഇതൊരു സ്ട്രക്ചറിൽ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഇതൊരു കോഡ് എന്നൊരു ഒറ്റ വാക്കിലൊരു കോഡല്ല, പക്ഷേ എന്നാലും ഈ പറയുന്ന ഒരു പാരഗ്രാഫിൽ ഒരു അത്യാവശ്യം കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു തവണ കൂടെ വായിച്ച് നമ്മളത് വിട്ടേക്കാം. പ്രൈം മിനിസ്റ്റർ സിംഗിളാണ്, പക്ഷേ അദ്ദേഹത്തിന് സ്പീക്കറുണ്ട്, പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്, ക്യാബിനറ്റുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, റിട്ടുകളുണ്ട്. അദ്ദേഹം കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യവസ്ഥയുണ്ട്, നിയമസമത്വമുണ്ട്, തിരഞ്ഞെടുപ്പ് സംവിധാനമുണ്ട്. ദ്വിമണ്ഡല സമ്പ്രദായമാണെങ്കിൽ അധോസഭക്കാണ് കൂടുതൽ ശക്തി എന്ന് പറയുന്നു. PM പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, സ്പീക്കർ, ഓഫീസ് ഓഫ് ദ സ്പീക്കർ, പാർലമെൻ്ററി കമ്മിറ്റി, ക്യാബിനറ്റ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അഥവാ കൂട്ടുത്തരവാദിത്വം, റിറ്റുകൾ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യവസ്ഥ, നിയമസമത്വം, തിരഞ്ഞെടുപ്പ് എലക്ഷൻ, ദ്വിമണ്ഡലം ബൈക്യാമറലിസം, ലോവർ ഹൗസ് ഹാസ് മോർ പവേഴ്സ് ദാൻ ദി അപ്പർ ഹൗസ്, അധോസഭ ശക്തമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ, ടേക്ക് കെയർ. ഇത് എഫക്റ്റീവ് ആണെങ്കിൽ പറയണം, എന്നാൽ മാത്രമേ അടുത്ത കോഡ് ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവുള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.